അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമുക്ക് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഞാൻ അത്ര ഹെവി ആയിട്ട് മേക്കപ്പ് ഇടുന്ന ആളല്ല. കാരണം ഫൗണ്ടേഷനൊന്നും ഞാൻ അധികമായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഫൗണ്ടേഷൻ പറ്റില്ല. എൻ്റെ ഒരു ഫേസിന് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കൺസീൽ ചെയ്യാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ കൺസീൽ ചെയ്ത് കൊടുക്കും. വേറെ അങ്ങനത്തെ വലിയ മേക്കപ്പ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം ഞാൻ അങ്ങനെ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല. കാരണം ലിപ്സ്റ്റിക്ക് പോലും അധികം ഞാൻ ഇടാറില്ല. വീഡിയോയ്ക്ക് വേണ്ടി പുറത്ത് പോകുമ്പോഴൊക്കെ അധികം ഇടാത്തതാണ്. കാരണം വീഡിയോക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളിടും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ചൊക്കെ ഇടും. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സ്കൂളിലേക്ക് ലിപ്സ്റ്റിക്ക് പറ്റില്ല. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാറില്ല. ഞാൻ സ്വതവേ മോയ്സ്ചറൈസർ ഇടും, പിന്നെ സൺസ്ക്രീൻ ഇടും, പിന്നെ ലിപ് ബാം ഇടും, പിന്നെ ഐലൈനറാണ് ഞാൻ ആകെ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യാറുള്ള ഒരു മേക്കപ്പ് എന്ന് പറയാനായിട്ടുള്ളത്. വേറെ ഒന്നും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ചെയ്യാറില്ല. അതേമാതിരി പുറത്ത് പോകുമ്പോഴാണ് ഒന്നും കൂടി ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇടാം. കാരണം സ്കൂളിലേക്ക് പറ്റാത്തതുകൊണ്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാമല്ലോ. അതാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള കുറച്ച് സ്പോട്ട്സ് ഉണ്ട് എൻ്റെ ഫേസിൽ. കറക്കി ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുരുവിൻ്റെ മേത്തിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഞാൻ കൺസീലർ എടുത്തിട്ടുള്ളത് നോക്കും. ഇത്ര കൺസീലറാണ് ഞാൻ ആകെ യൂസ് ചെയ്യാറില്ല. എൻ്റേതൊരു ഓറഞ്ച് ഷെയ്ഡുള്ള കൺസീലറാണ്. കാരണം ഓറഞ്ച് ഷെയ്ഡാകുമ്പോൾ നമ്മളെ ഫേസായിട്ട് ഇന്ത്യൻ സ്കിൻ ടോണ് നന്നായിട്ട് ചെയ്യും. ഞാനൊന്നും അത്ര ഫെയറുള്ള ആൾക്കാരല്ല. ഞാൻ ഒട്ടും ഫെയറല്ല. ഞാനൊരു മീഡിയം സ്കിൻ ടോണുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് ഓവർ ഓയിലും അല്ല ഡ്രൈയും അല്ല. എൻ്റേത് കോമ്പിനേഷൻ സ്കിന്നാണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയുള്ള സ്കിന്നാണ്. കാരണം എൻ്റെ ഈ ഒരു നോസ് ഏരിയ എനിക്ക് ചിലപ്പോൾ ഓയിലായിട്ട് തോന്നാറുണ്ട്. ചിലവർക്കൊക്കെ നോസ് മാത്രം ഓയിലി ആവും. എൻ്റെതും നോസ് മാത്രം ഓയിലി ആവാറുണ്ട്. വേറൊന്നും അങ്ങനെ ഓയിലി ആവാറില്ല. നമ്മൾ കണ്ണും കൂടി ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാം. കാരണം കണ്ണ് ഐഷാഡോ ഒക്കെ ഒന്ന് ഇടുമ്പോൾ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് രണ്ട് കണ്ണും കൺസീൽ ചെയ്ത് കാണാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആഫ്റ്റർ കൺസീലേഷൻ മൈ ഫേസ്? വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെയൊക്കെ കുഞ്ഞി ഡോട്ടായിട്ട് കൺസീലർ ഇട്ട് കൊടുത്തു. പിന്നെ വേണമെങ്കിൽ കുറച്ച് കോമ്പാക്റ്റ് ഇടാം. എന്താ കുറച്ച് കോമ്പാക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതി കേട്ടോ. നമുക്ക് കണ്ണാണ് നമ്മൾ കൺസീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണിൽ എന്തായാലും നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസിലോട്ടാകെ ചെയ്യാനുള്ളത്. കാരണം നമ്മൾ വേറെ ഒന്നും ഫേസിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഫൗണ്ടേഷനൊക്കെ ഇട്ടാൽ വല്ലാണ്ട് ഹെവി ആയി പോകും. അപ്പോൾ നമുക്ക് ഹെവി ആയിട്ടുള്ളതൊന്നും വേണ്ട. പിന്നെ ഹെയർ ഒന്ന് ഉണങ്ങാനായിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഡ്രയറൊന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് ഉണങ്ങിക്കോട്ടെ. അത് നമുക്ക് ഈ ക്ലിപ്പിന് ഊരിയാൻ കളയാം. പിന്നെ ഇനി നമുക്ക് ഐ മേക്കപ്പാണ് നോക്കാനുള്ളത്. അപ്പോൾ ഞാനൊരു ഡ്യൂയി ഗ്ലോയി ഗ്ലിറ്ററി ഐ മേക്കപ്പാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ ഏത് കളറാണ് എടുക്കുന്നത് വിചാരിച്ചിട്ടുള്ള എൻ്റെ ബ്രഷ് എൻ്റെ ഐ ഷാഡോൻ്റെ ബ്രഷ് കളഞ്ഞു നമ്മളെ ബ്രഷ് കളഞ്ഞു പോയ ഐ ഷാഡോ ആണ് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇടാം ഗൈസ്. നമ്മുടെ മെയിനായതും കൈയാണല്ലോ അല്ലേ, പണ്ടേ കൈയാണല്ലോ അല്ലേ. നമ്മളിതാ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എനിക്കറിയില്ല, ഞാനൊരു ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അറിയുന്നില്ല, എനിക്കറിയാം, ബട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തു. ബിക്കോസ് ഇത് മാത്രമല്ലല്ലോ നമ്മളിടുന്നത്. ഇതിട്ടതിനൊപ്പമുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ആണ് ടോയ്സ്.
ഞാനിപ്പോഴേ പറഞ്ഞേക്കാം, ഈ മേക്കപ്പ് ഒന്നും പുറത്ത് പോകാൻ പറ്റില്ല ഗൈസ്. നാട്ടുകാർ എന്തൊക്കെ പറയും എന്തോ. അത്രയും ആഗ്രഹമുള്ളവർ ഒന്ന് പോയി നോക്കുക ഗൈസ്. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ റിവ്യൂ അറിയിക്കും, എന്താണ് നിങ്ങൾക്ക് നാട്ടുകാരുടെ കിട്ടിയൊരു ഇത്. അപ്പോൾ നമ്മളിങ്ങനെ 2 ഭാഗത്ത് കൂടിയും വരുന്ന പോലെ ചെയ്തു. പിന്നെ അവിടെ തന്നെ നമ്മൾ ഈ ഒരു കളർ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഒരു ലൈറ്റ് ബ്ലൂ കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ കൺപീലിയിലൊക്കെ ആയി ഗൈസ്. അപ്പം ഇതെനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. നമുക്ക് നെക്സ്റ്റ് അതിൽ സെയിം ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്മുടെ ചെയ്തുകൊണ്ട് വെക്കുന്ന ഈ ഫിംഗർ തുടയ്ക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടി മിക്സായി ഗൈസ്. എനിക്കറിയില്ല എൻ്റെ മൈക്ക് എത്രത്തോളം ക്ലിയർ ആണെന്ന്. കാരണം 2 വീഡിയോ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തതിൽ എനിക്ക് മൈക്കില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് മൈക്കൊന്നല്ല ഗൈസ്, ഞാൻ ഇയർഫോണിൻ്റെ അത് യൂസ് ചെയ്തിട്ടാണ്. കാരണം മൈക്ക് വാങ്ങാൻ മാത്രം നമ്മളെ യൂട്യൂബ് ചാനലൊന്നും വളർന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇനിയും വളർത്താം. എന്നിട്ട് മൈക്കൊക്കെ വാങ്ങി പ്രോ ആയിട്ട് എടുക്കാം. എനിക്കറിയാം ഇപ്പോൾ എൻ്റെ ഫേസൊന്നും അത്ര ക്ലിയർ അല്ല. കാരണം ഐഫോണിൽ എടുക്കുന്ന ക്ലാരിറ്റി ഒന്നും നമ്മൾ സാധാരണ ഫോണിലെടുത്താൽ കിട്ടില്ല എന്ന് എനിക്കറിയാം. അതും പറയുമ്പോൾ ഞാൻ ഫോണിലും അല്ല വീഡിയോ എടുക്കുന്നത്, ഞാൻ എൻ്റെ ടാബിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അത്രയും ക്ലാരിറ്റി കുറവായിരിക്കും എനിക്കറിയാം. ബട്ട് വേറെ വഴിയൊന്നും ഇല്ല ഗൈസ്. കാരണം എനിക്ക് വീഡിയോ ഇട്ടേ പറ്റൂ. ഇതിപ്പോൾ ഏത് സോഴ്സ് ആയാലും എനിക്ക് ഇത് എൻ്റെ ഒരു പാഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു സൈഡിലേക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ ഇതിന് മുന്നേ തന്നെ എൻ്റെ ചെറിയ വയസ്സിൽ തന്നെ എനിക്ക് 2 യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. 2ഉം പൊട്ടിപ്പോയി. കാരണം എനിക്ക് അങ്ങനെ വീഡിയോ എന്നും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ പോലും എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 4 ഡേയ്സ് ആവുകയാണ് ഇന്ന്. അപ്പോൾ അന്ന് തന്നെ എനിക്കിപ്പോൾ 10 സബ്സ്ക്രൈബേഴ്സേ ആകുള്ളൂ. അതിൽ തന്നെ ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം ഞാൻ തുടങ്ങിയിട്ട് വെറും 4 ഡേയ്സ് ആണ് ഇപ്പോൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പം എനിക്കറിയില്ല ഇനി എൻ്റെ ഭാവി എന്താ മുന്നോട്ട് പോകാന്നുള്ളതും. പക്ഷേ ഞാനിതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് എൻ്റെ ഒരു ഇത് വന്നിട്ട്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യും എന്നെനിക്കൊരു ധാരണ ഉണ്ട്. സപ്പോർട്ട് ചെയ്യണേ എന്നാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഗൈസ്. കാരണം എനിക്ക് എൻ്റെ പാഷനായിട്ട് മുന്നോട്ട് പോകണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുങ്ങുക, മേക്കപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. അതാണ് മൈ ഫേവറേറ്റ് പരിപാടി. സോറി ഗൈസ്, ഞാനൊന്ന് വഴുതി മാറിപ്പോയി കാരണം ഒരു സാധനം കാണാതെ ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ബ്ലഷാണ് ഗൈസ്. ഗൈസ്, ഇത് ഞാൻ സിന്ദൂരച്ചെപ്പൊന്ന് എടുത്തുകൊണ്ട് വരാമെന്നൊന്നും വിചാരിക്കരുത്. ഇത് നമ്മുടെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ചെറിയ മിനി ലിപ്സ്റ്റിക്സ് ആണ്. നഗറ്റ് ലിപ്സ്റ്റിക്സ് എന്നൊക്കെ പറയും. ഇത് ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യാം. കാരണം ഇത് വന്നിട്ട് 16 ഷെയ്ഡ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ കയ്യിലിപ്പോൾ 14 ഉള്ളൂ. 3 എണ്ണം ഞാൻ ഒരാൾക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരുന്നതായിരിക്കും ഗൈസ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബ്ലഷ് ഒന്ന് ഹൈലൈറ്റഡ് ആക്കാൻ ഇത് ഏതാ ഷെയ്ഡെന്ന് അറിയുമോ? ഈ ഓരോ ഷെയ്ഡിനും പെൺകുട്ടികളുടെ പേരാണ് ഗൈസ്. ഈ ഷെയ്ഡിൻ്റെ പേര് ശിവാംഗി പീച്ചി കോറൽ. മറ്റേ ഷെയ്ഡിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇത് ഭാവന പിങ്ക്. കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം വായിക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതും കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് 2 ചീക്സ്, നോസ്, ഒരു ജോൻ്റെ താടീൻ്റെ ഏരിയയും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
അപ്പം ഇത് നമുക്ക് നല്ല ജസ്റ്റ് ഹേർബ്സാണ്, സത്യമായിട്ട് ഹേർബ്സ് മാതിരി തോന്നും, സത്യമായിട്ട് ഹെർബലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കാണ്. കാരണം എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ വട്ടം കാണിച്ച മാതിരത്തെ ഇതൊക്കെ ജസ്റ്റ് ഹേർബ്സിൻ്റെയാണ് നല്ല ലിപ്സ്റ്റിക്സ്. അപ്പോൾ നമ്മളിതൊന്ന് വൃത്തിക്ക് ബ്ലെൻഡ് ആക്കിയിട്ട് വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസറും കൂടി അപ്ലൈ കൊടുത്തിട്ടുണ്ട്. കാരണം അത് ബുള്ളറ്റ് അല്ലേ, അപ്പം അത്രയാണ്. ഒരു വലിയ ക്രീമി ടെക്സ്ചറൊന്നുമല്ല, നല്ല ലാസ്റ്റിംഗ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ് ഗൈസ്. ഒക്കെ നാവ് കൊടുക്കണം ഗൈസ്. നമ്മൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഡ്യൂയി ഗ്ലോയി ലുക്ക് വന്നു ഗൈസ്. അങ്ങനെ ബ്ലഷ് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല, അപ്പോൾ തന്നെ നീണ്ട് പോകുന്നുണ്ട്. നമ്മൾ ഐലൈനിങ് ആണ് പ്രോസസ്സ് വന്നിട്ട്. എനിക്ക് ഐലൈനിങ് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എൻ്റെ ഐലൈനിങ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് എൻ്റെ അൽക്കുലത്ത് ഐലൈനിങ്. ഫസ്റ്റ് നമ്മൾ ഐലൈനർ എടുക്കുക. ഫസ്റ്റ് നമ്മളൊരു ഡാസ്ലറിൻ്റെ സാധാരണ ഐലൈനർ വെച്ചിട്ട് എഴുതി കൊടുക്കണം. എനിക്കിങ്ങനെ നോക്കി എഴുതാനറിയില്ല, അതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ട് എഴുതിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാധാരണ ഡാസ്ലറിൻ്റെ ഐലൈനറിനോട് എഴുതിയ ശേഷം ഇത് കൊളാറസെൻസിൻ്റെ കാജലാണ് ഗൈസ്. ഇത് വെച്ചിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. ഞാൻ എഴുതിയിട്ട് വരാം ഗൈസ്, എനിക്കിങ്ങനെ എഴുതാൻ പറ്റില്ല ഗൈസ്. അതിന് നമ്മൾ നല്ല വിങ്ങൊക്കെ ഇട്ട് കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റെപ്പ് വന്നിട്ട് ലിപ്സ്റ്റിക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ കുറച്ച് അധികം ലിപ്സ്റ്റിക്സ് മിക്സ് ചെയ്തിട്ട് ഒരു സൂപ്പർ ഷെയ്ഡ് ഉണ്ടാക്കാം നമുക്ക് ഗൈസ്. അപ്പോൾ കുറച്ചും കൂടി ഫാൻറ്റസ്റ്റിക് എഫക്റ്റീവായിട്ട് നമ്മൾ 2 പൊട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളൊരു സാധാരണ ജസ്റ്റ് ന്യൂഡ് ലിപ്സ്റ്റിക്ക്, ഇതിൻ്റെ മേത്തുള്ള ഷെയ്ഡൊക്കെ എവിടെയോ എനിക്ക് തോന്നുന്നത് ഇത് ആപ്രിക്കോട്ട് കോറലാന്ന് തോന്നുന്നു. ഇതിട്ട് കൊടുത്ത ശേഷം നമ്മുടെ മിനി ലിപ്സ്റ്റിക്സ് ഞാനൊരു ഷെയ്ഡ് എടുത്തു. ഇത് ഡോളി മാവിഷ് ബ്രൗൺ പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് എനിക്ക് ഒട്ടും ചേരുന്നില്ല എന്ന് കണ്ട ഞാൻ ഈ ഷെയ്ഡ് മാറ്റാനായിട്ട് ഒരുങ്ങി പുറപ്പെട്ടു. എന്നുവെച്ചാൽ നമ്മൾ ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡും കൂടി അപ്ലൈ ചെയ്തിട്ട് ഗൈസ് എൻ്റെ ലിപ്സ്റ്റിക്ക് വേരോടെ പിഴുത് പോകുന്നു ഗൈസ്. നമ്മൾ കുഴപ്പമില്ല, അതിലോട്ട് തന്നെ ഇറക്കി വെച്ച് കൊടുക്കണം. കാരണം ലിപ്സ്റ്റിക്കാണ്, നമ്മൾ പഴാക്കാൻ പാടില്ല. അതും വെച്ച് കൊടുത്ത ശേഷം നമുക്കൊരു എന്താ പറയുക വേറെ ലെവൽ ലിപ്സ്റ്റിക്കിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ എൻ്റെ RNCൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതാണ് ഇതിൻ്റെ മേത്തിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിപ്പോൾ ഒരു വാഷ് ഔട്ടല്ലേ, നമ്മൾ ഇതിലോട്ടൊരു സംഭവം കൂടി എഴുതെടുക്കാം. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്സിൻ്റെ ഒരു സീരീസ് ഞാൻ ഈ ഉടനെ അപ്ലൈ ചെയ്തിടാം. ഉടനെ ഞാൻ ഇടുന്നതായിരിക്കും. ഇതായിരുന്നു അബ്സല്യൂട്ട്ലി ഞാൻ ഉദ്ദേശിക്കുന്ന ഷെയ്ഡ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേത്തിൽ കൂടെ കുറച്ച് അലങ്കോലപ്പണിക്ക് ഇതും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതൊരു സാധാരണ ഒരു എലഗൻ ലുക്കാക്കാനായിട്ട് നമുക്കൊരു പൊട്ട് വേണം. അപ്പം ഞാൻ നേരത്തെ ഇതിന് കുത്തിയ പൊട്ട് തന്നെ ഇതിന് തന്നെ കുത്തിയാലോ നമ്മൾ ആലോചിക്കുകയാണ്. അപ്പോൾ നമുക്ക് പൊട്ട് നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യും. ഇനി നമ്മളെ ഹെയറും കൂടി ഉണ്ട് കാരണം നമ്മളെ ദേഹത്തുള്ളതാണല്ലോ നമ്മുടെ ഹെയറും. അപ്പോൾ നമ്മൾ ഹെയർ നമ്മൾ സെൻറ്റർ എടുത്തു. ഞാനിപ്പോൾ കുളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്ത പൊട്ടത്തരം എന്താ വെച്ചാൽ ഞാൻ എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു അടിപൊളി കുളിയായിരുന്നു, പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് എണ്ണ ഇട്ടുള്ളൂ. നമ്മൾ ഹെയർ എങ്ങനെ കെട്ടുമെന്ന് ഡിസൈഡ് ചെയ്യുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെ മുന്നിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞി ഇതായിട്ട് എടുക്കുക. ഇവിടുന്ന് പിന്നീട്ട് അങ്ങനെ ഓരോ സെഷൻസ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമായിരിക്കും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും ഞാൻ കൊടുക്കാം. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. പക്ഷെ ഞാൻ എടുത്തതിലൊരു കുഞ്ഞ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ഈ വീഡിയോ നീണ്ടിപ്പോൾ 15 മിനിറ്റായി. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് കുറയും. എന്നാലും നമ്മൾ ഇത്ര തന്നെ ഉണ്ടാവും വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ ഓരോ സെഷൻസായിട്ട് എടുക്കുമ്പോൾ അത് അവിടെ ഇങ്ങനെ ലൈൻസ് വരും. എന്നിട്ട് ഇതാ ഈ ഒരു സംഭവം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചിലർ അങ്ങനെ ഇടും, അല്ലാത്തവർ അവിടെ വെച്ചിട്ട് സ്ലൈഡ് കുത്തി കൊടുക്കാതെ. അപ്പോൾ ഇതാണോ ഭംഗി? അല്ലെങ്കിൽ നമ്മളിതാ ഇവിടെ നിന്നും എടുക്കുക, ചെവീൻ്റെ പോർഷനിൽ നിന്ന് എടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് നിർത്താതെ പോവാം, വണ്ടി പോവാം. എന്നിട്ട് ഇങ്ങനെ ഇവിടെ വരെ പോവാം. വെച്ചാൽ നമ്മൾ ഇവിടെ കുത്താനായിട്ട് എനിക്ക് സ്ലൈഡ് വേണം. അവിടെ വരെ എൻ്റെ ക്ലിപ്പിന് പറ്റത്തില്ല. ഇതാണോ ഭംഗി നിങ്ങൾ പറയാം. അപ്പോൾ എനിക്ക് ഇതൊന്നും കൂടി ഭംഗി തോന്നിയിട്ട് ഞാൻ ഈ ഹെയർ സ്റ്റൈൽ ഫിക്സ് ചെയ്തു. അതേപോലെ ഇനി ഈ സൈഡും ചെയ്യണമല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തെടുക്കണം. വി ഹാവ് ടു വിൻ. ഞാനൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. കാരണം എനിക്ക് പഠിത്തത്തിൻ്റെ ഒപ്പം ഞാൻ വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എൻ്റെ കംഫർട്ട് സോണിൽ ഞാൻ വളരെ ടോക്കറ്റീവാണ്. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ എൻ്റേത് പുറത്ത് കാണിക്കണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള കഴിവാണ്. അത് അങ്ങനത്തെ സംസ്കാരമല്ല, വെറും വാചകടിയാണ് എൻ്റെ കഴിവ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സംസാരം എനിക്ക് കേൾപ്പിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയപ്പോൾ ഞാനത് യൂസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ്. ഇനി നമുക്ക് ഇതിലേക്ക് ഏത് ഡ്രസ്സ് ഇടണം എന്ന് ഭയങ്കര കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യും ഗിഷ്? ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്തത് പച്ചയും ഞാൻ നീലയായിപ്പോയി. എൻ്റെ കയ്യിൽ നീല കുപ്പായം ഒന്നുമില്ല. എന്തിടും നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വന്നിട്ട്. അതിങ്ങനെ കാണിച്ചിരുന്നു എനിക്കറിയില്ല. കാരണം ഇതൊരു ഫ്രോക്കാണ്. ഇതൊരു മുട്ട് വരെയുള്ള ഫ്രോക്കാണ്. ഇതാണ് നമ്മൾ പറയിട്ടുണ്ടായിരുന്ന ഐ ഷാഡോ. ഒന്നും വെച്ചില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇതാണ് കേട്ടോ എൻ്റെ പോസ് എങ്ങനെയുണ്ട് സോറി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അനിയനാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നല്ലോണം എഫോർട്ട് ഇട്ട് ചെയ്ത വീഡിയോ ആണിത്. കാരണം രാത്രി ഒരാവശ്യമില്ലാതെ ഇത്രയും മേക്കപ്പ് ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ ഒന്ന് നല്ല നിലയിൽ എത്തിക്കണം. ബൈ ബൈ.